മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് ഒന്ന് തണുത്തിരിക്കുകയാണ്. പലരും പല സംസാരത്തിലാണ്. സാബുമാനും അക്ബറും ഇരുന്ന് സംസാരിക്കുന്നു. ചർച്ചാ വിഷയം അനീഷിനെ കുറിച്ചാണ്. സാബുമാൻ അക്ബറിനോട് പറയുന്നത് ഫാമിലി വീക്കാണെന്ന് പറഞ്ഞപ്പോൾ അനീഷേട്ടൻ അയ്യോ എന്ന് വെച്ചു, അത് കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അക്ബർ പറയുന്നു, ആണോ, ഞാൻ കണ്ടില്ല. സാബുമാൻ പറയുന്നത് അതെ, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഫാമിലി വീക്കാണ് ഇതെന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് അനീഷേട്ടൻ തലയിൽ കൈവച്ചു. എന്നിട്ട് ആദ്യം വരുന്നത് അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫാമിലി ആണെന്നും കൂടി പറഞ്ഞപ്പോൾ പുള്ളി അങ്ങ് വേർക്കാൻ തുടങ്ങി. അപ്പോൾ അക്ബർ പറയുന്നത് അനീഷ വീട്ടിൽ നിന്നും പേടിച്ച് ഇവിടെ നിൽക്കുന്നത് പോലെയാ അതൊക്കെ കണ്ടാൽ. ഉടനെ സാബുമാൻ പറയുന്നത് സത്യമാ, എനിക്കങ്ങനെ തോന്നാറുണ്ട്. പുള്ളി അന്ന് ഫാമിലി വീക്കാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് തളർന്നു പോയി. പുള്ളിക്ക് പുറലോകം ഇനി കാണണ്ട എന്ന് തോന്നുന്നു. ആ രീതിക്കാണ് പുള്ളിയുടെ പെരുമാറ്റം. അവിടെയും ഇവിടെയുമായി ഇരുന്ന് എല്ലാവരും സംസാരിക്കുകയാണ്. സാബുമാനും അക്ബറും അനീഷിനെ കുറിച്ച് സംസാരിക്കുന്നതിന് കുറച്ചു മുമ്പ് ആര്യൻ അനീഷിനോട് ചോദിച്ചിരുന്നു, അനീഷേട്ടന് ഇവിടെ 150 ദിവസം നിൽക്കാൻ ബിഗ് ബോസ് പറഞ്ഞാൽ നിൽക്കുമോ? അനീഷ് അതിന് പറയുന്നത് സന്തോഷത്തോടെ നിൽക്കും, ഉറപ്പായിട്ടും നിൽക്കും. 200 ദിവസം നിൽക്കാൻ പറഞ്ഞാലോ? അപ്പോഴും അനീഷ് പറയുന്നത് ഞാൻ നിൽക്കും. 1000 ഡേയ്സ് പറഞ്ഞാൽ അനീഷേട്ടൻ നിൽക്കുമോ എന്ന് ആര്യൻ ചോദിക്കുന്നു. അതിനും ഉറപ്പായും നിൽക്കുമെന്നാണ് അനീഷ് ഉത്തരം പറയുന്നത്. ഉടനെ ആര്യൻ്റെ അടുത്ത ചോദ്യം 100 വർഷം നിൽക്കാൻ പറഞ്ഞാൽ അനീഷേട്ടൻ നിൽക്കുമോ? അപ്പോൾ അനീഷ് പറയുന്നത് എനിക്കിപ്പോൾ ഇത്രയും വയസ്സായില്ലേ, 100 വർഷമൊന്നും ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിച്ചിരിക്കുന്ന അത്രയും കാലം എനിക്കിവിടെ നിൽക്കാനാണ് ഇഷ്ടം. എനിക്ക് ഈ വീട് അത്രയും ഇഷ്ടമാണെന്നാണ് അനീഷ് പറയുന്നത്. അത് ഈ വീട് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അനീഷേട്ടൻ പറയുന്നത് പ്രാക്ടിക്കൽ ആൻസർ അല്ല എന്ന് ആര്യൻ പറയുന്നു. പക്ഷേ അനീഷിൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ സാബുമാൻ പറയുന്നത് സത്യമാണോ എന്ന് നമുക്കും തോന്നിപ്പോകും. അനീഷിന് പുറം ലോകം കാണണ്ട എന്നൊക്കെ പറയുന്നതും. എന്തായാലും ആ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ സാബുമാനും അക്ബറും ലൈവിൽ സംസാരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.